എക്സാമിനേഷൻ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ ഈ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഫോക്കസ് ഏരിയ 13.4. വെരി ഇമ്പോർട്ടന്റ് പോർഷൻ. തീർച്ചയായും ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഒരു പ്രോബ്ലം ഈ സെക്ഷനിൽ നിന്ന് ചോദിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഫസ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ, കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ആ ക്ലാസ് കാണുക. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന പോർഷൻ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ പോർഷൻ ഭംഗിയായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ റിവിഷൻ ക്ലാസ് കാണുക. പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ച പ്രോബ്ലത്തിനാണ് ഈ എപ്പിസോഡിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രവേശിക്കാം. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്? സിമ്പിൾ ഡെഫിനിഷൻ: ടു ഇവന്റ്സ് A and B are said to be independent if, what is the condition? Probability of A intersection B equal to probability of A into probability of B. എന്താണ്? Two events A and B are said to be independent if, എന്താണ് condition? Probability of A intersection B equal to P of A into P of B എന്ന് എഴുതാം. ഇടയ്ക്ക് ഇന്റർസെക്ഷൻ വന്നാൽ ഇൻറ്റു ഇട്ട് എഴുതാം. എന്താണ്? എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ. സോ വെരി ഇമ്പോർട്ടന്റ് കണ്ടീഷൻ, സിമ്പിൾ കണ്ടീഷൻ. ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഇൻഡിപെൻഡന്റ് ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, then show that A and B complement are independent. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ വെരി സിമ്പിൾ. നോക്കിക്കോളൂ. Given since A and B are independent events, we have probability of A intersection B equal to P of A into P of B. We have to prove A and B complement are independent. That means we have to prove probability of A and B complement, A intersection B complement equal to, എന്ത് പ്രൂവ് ചെയ്യണം? ഇന്റർസെക്ഷന്റെ അവിടെ ഇൻറ്റു ആക്കണം. P of A into P of B complement എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി we have, നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. Probability of A intersection B complement equal to probability of A minus probability of A intersection B എന്ന് എഴുതാം. Which is equal to probability of A minus probability of A intersection B എങ്ങനെ എഴുതാം? P of A into P of B എന്ന് എഴുതാം. കഴിഞ്ഞു. equal to, ഈ ടേമിൽ നിന്നും P of A ഔട്ട്സൈഡ് എടുക്കുക. P of A കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ P of A പോയി കഴിഞ്ഞാൽ പിന്നെ 1 മൈനസ് ഇവിടെ P of A ഔട്ട്സൈഡ് എടുത്താൽ റിമൈനിങ് ടേം P of B equal to P of A into, what is 1 minus P of B? We have P of B complement എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus P of B എന്ന് എഴുതാം. That means 1 minus P of B എന്ന് പറഞ്ഞാൽ എന്താണ്? P of B complement. That is P of B complement. എന്ത് കിട്ടി? Probability of A intersection B complement equal to P of A into P of B complement. Therefore A and B complement are independent എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ്? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതിന്റെ പ്രൂഫാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, then we can prove A complement and B also independent. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബിയും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ്. Similarly, another very important result: if A and B are independent events, then A complement and B complement are also independent. ഇതിന്റെ പ്രൂഫും വിശദമായി ഫോക്കസ് ഏരിയ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എന്ന പോർഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനപ്പുറം ഈ റിസൾട്ട് യൂസ് ചെയ്ത് ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ എക്സാമിനേഷന് ഇതേ പാറ്റേണിലുള്ള ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. മോഡൽ എക്സാമിനേഷനും ചോദിച്ചിരുന്നു. നോക്കിക്കോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ:
if A and B are independent events such that probability of A equal to 0.3, probability of B equal to 0.6, then find first part probability of A and B, second part probability of A or B, third part probability of A and not B, fourth part probability of neither A nor B. Simple ആയിട്ടുള്ള 4 പാർട്ട്. First of all, since A and B are independent events, we have എന്തറിയാം, probability of A intersection B equal to P of A into P of B. അത് കോമൺ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ we have to find probability of A and B. എന്താണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം? probability of A and എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, or എന്ന് പറഞ്ഞാൽ യൂണിയൻ, നിങ്ങൾക്കറിയാം. സോ P of A and B, A intersection B, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. which is equal to എന്തെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, P of A into P of B, that is equal to രണ്ട് വാല്യൂ നമുക്കറിയാം. P of A 0.3, P of B എന്താണ് 0.6, equal to മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.18 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. Next we have to find second part probability of A or B. That means we have to find probability of A union B, which is equal to formula probability of A plus probability of B minus A union B ആണെങ്കിൽ minus P of A intersection B. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഫോർമുല ഡിസ്കസ് ചെയ്തു, പ്ലസ് 1ലും പഠിച്ചിട്ടുണ്ട്. P of A എന്തായിരുന്നു? 0.3 plus P of B 0.6 minus probability of A intersection B, അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 0.18. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് 30 60 90, 90ൽ നിന്ന് 18 കുറച്ചാൽ 72, 2 ഡെസിമൽ മാറ്റി ഡോട്ട് ഇടുക, 0.72. ഷോർട്ട് കട്ടാണ് പറഞ്ഞത്, മനസ്സിലാകാത്തവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ. അല്ലെ ഇതിന് 2 ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോൾ എന്ത് കിട്ടും? 30 60, 30 60 90, 90ൽ നിന്ന് 18 സബ്ട്രാക്ട് ചെയ്താൽ 72, 2 ഡെസിമൽ മാറ്റി ഡോട്ട് ഇടുക, സോ 0.72. അതാണ് ഷോർട്ട് കട്ട്. പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് ആ രീതിക്ക് സിംപ്ലിഫൈ ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പാർട്ട്, we have to find probability of A and not B. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്നൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്, അത്രമാത്രം. സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. ആൻഡ് മീൻസ് ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബിഗ് കോംപ്ലിമെന്റ്. ഇതാണ് കണ്ടെത്തേണ്ടത്. which is equal to, നമുക്കറിയാം ഫോർമുല, we have probability of A intersection B complement equal to probability of എന്താണ്? A minus probability of A intersection B. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. പക്ഷേ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചു, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ്. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാം? സിമ്പിൾ ആയിട്ട് പി ഓഫ് എ ഇൻറ്റു എന്താണ്? പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതിയാൽ പോരെ. അത് വിളിയിട്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ അനദർ റിസൾട്ട് ഇന്ന് പഠിച്ചു, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ്. എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷനെ ഇൻറ്റു ആക്കി എഴുതാം. ഇനി വെരി സിമ്പിൾ അല്ലേ? പി ഓഫ് എ നമുക്കറിയാം, പി ഓഫ് എ എന്തായിരുന്നു? 0.3 into P of B complement. അതൊന്ന് കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതി ആയിരുന്നു. P of B complement കാണുന്ന ഫോർമുല 1 minus P of B. P of B complement equal to എന്താണ്? 1 minus P of B. എന്താണ് P of B? 0.6. 1ൽ നിന്ന് 0.6 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 0.4. സോ ഡയറക്റ്റ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.12 വന്ന് കിട്ടും, 0.12 അല്ലെ. 0.3 0.4 മൾട്ടിപ്ലൈ ചെയ്താൽ 0.12. മറ്റേ രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് ആൻസർ രണ്ടും ഒന്നാണെന്ന് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് പാർട്ട്, ഇമ്പോർട്ടന്റ് വൺ. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി. എയും ഇല്ല ആൻഡ് ബിയും ഇല്ല. നോട്ട് എ ആൻഡ് നോട്ട് ബി, അതാണ് മീനിങ്. നെയ്തർ നോ എന്ന് പറഞ്ഞാൽ നോട്ട് ആൻഡ് നോട്ട് എന്നാണ്. സോ നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ
ആൻഡ് നോട്ട് ബി. ഞാൻ അങ്ങനെ തന്നെ എഴുതി തരാം, കാരണം എക്സാമിനേഷൻ ഇങ്ങനെയും ചോദിക്കാം ഇങ്ങനെയും ചോദിക്കാം, രണ്ടും ഒന്നാണ്. which is equal to probability of not A. നിങ്ങൾക്കറിയാം A complement. and means intersection. not B എന്ന് പറഞ്ഞാൽ എന്താണ്? B complement. വീണ്ടും ഇവിടെയും ഡി മോർഗൻസ് ലോ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിയർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കുറച്ച് മുന്നേ ഞാൻ റിസൾട്ട് പറഞ്ഞു, എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷനെ ഇൻഡു ആക്കി എഴുതാം. ഇൻഡിപെൻഡന്റ് ആണോ ഇന്റർസെക്ഷനെ ഇൻഡു ആക്കി എഴുതാം. സോ ഇമ്പോർട്ടന്റ് റിസൾട്ട് ഓർക്കണം, അത്രേ ഉള്ളൂ. സോ ഇന്റർസെക്ഷൻ ആണെങ്കിൽ എന്താക്കി എഴുതാം? ഇവിടെ ഇൻഡു ആക്കി എഴുതാം. സോ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻഡു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. സംഗതി കഴിഞ്ഞു. എയും ബിയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇന്റർസെക്ഷനെ ഇൻഡു ആക്കി എഴുതാം. Now what is P of A complement? അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെക്കേണ്ടതാണ്. P of A complement again നിങ്ങൾക്കറിയാം 1 minus P of A. 1 minus what is P of A? 0.3. അതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാം. 1 minus 0.3. ഞാൻ ആൻസർ ആണ് എഴുതി വെച്ചത്. 1 minus 0.3 which is equal to എന്ത് കിട്ടും? 0.7 എന്ന് കിട്ടും. സോ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.7 into P of B complement ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 2 ഡെസിമൽ മാറ്റി ഡോട്ട് ഇടുക. സോ ആൻസർ 0.28. ഇതെല്ലാം കൂടെ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. 1 or 2 പാർട്ട്, ചിലപ്പോൾ 3 പാർട്ട് വരെ ചോദിക്കാം. എങ്കിൽ 4 മാർക്സിനൊക്കെ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആൾസോ. Another simple question. If A and B are two events such that probability of A equal to 0.5, probability of B equal to 0.4 and probability of A intersection B equal to 0.2. Check whether A and B are independent or not. ഈ ഇവന്റ്സ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാം two events A and B are said to be independent if probability of A intersection B equal to P of A into P of B ആയിരിക്കണം. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P of A into P of B equal to എന്തായിരിക്കണം? Probability of A intersection B. So first of all we have to find probability of A into probability of B. Probability of A ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.5 into probability of B എന്താണ്? 0.4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അല്ലെ 0.20 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0.2 തന്നെയാണ്. So probability of A into probability of A probability of A into probability of B equal to എന്ത് കിട്ടി? 0.2. That is probability of A intersection B എന്ന് കിട്ടി. Therefore എന്താണ് കൺക്ലൂഷൻ? A and B are independent. അല്ലേ? Probability of A intersection B equal to P of A into P of B. Therefore A and B are independent events. Simple question, one word question ഒക്കെ പ്രതീക്ഷിക്കാം. Simple question. Let A and B are two events such that probability of A equal to 1/2, probability of B equal to 7/12 and probability of A complement union B complement equal to 1/4. Check whether A and B are independent. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് 3 ഡാറ്റ വേണം. P of A വേണം, P of B വേണം, ഒപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കൂടെ വേണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടില്ല. പകരം പ്രോബബിലിറ്റി ഓഫ് എന്ത് തന്നിട്ടുണ്ട്? നോട്ട് എ ഓർ നോട്ട് ബി. അതാണല്ലോ ആ സംഗതി, അതാണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1/4 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തണം. അത് നമുക്കറിയാം. വി ഹാവ് using De Morgan's law A complement union B complementനെ എങ്ങനെ എഴുതാം? കോംപ്ലിമെന്റ് ഹോൾ ആക്കുമ്പോൾ യൂണിയൻ തിരിച്ച് ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. വീണ്ടും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഇവൻ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഇത് എ വിചാരിക്കുക, എ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക. പ്രോബബിലിറ്റി ഓഫ്
എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 1/4. സംഗതി കഴിഞ്ഞു. 1 ഈ പ്ലസ് 1/4 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1/4 ഈക്വൽ ടു ഇവൻ അപ്പുറത്ത് പോകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കിട്ടേണ്ടവനെ കിട്ടി. therefore പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 4 - 1 that is 3/4. now എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ we have to find കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ probability of A into probability of B കണ്ടെത്തുക. probability of A 1/2 into probability of B 7/12 which is equal to multiply ചെയ്യുമ്പോൾ 1 into 7 7 by 12 into 2 24. ഈ കിട്ടിയതാണോ probability of A intersection B? probability of A intersection B എന്നാണ് 3/4. ഇതും ഒന്നാണോ? അല്ല. which is not equal to അതായത് P of A into P of B not equal to probability of A intersection B എന്ന് കിട്ടി. P of A into P of B equal to P of A intersection B എന്ന് കിട്ടിയെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്ന് എഴുതാമായിരുന്നു. ഇവിടെ കിട്ടിയോ? ഇല്ല. therefore A and B are എന്താണ്? not independent. അല്ലേ? സാധാരണ ചോദിക്കാറുള്ളതാണ്, പക്ഷെ ഇത്തവണത്തെ സാഹചര്യത്തിൽ ഇത്തരത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ക്വസ്റ്റ്യൻ ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. A die is thrown. Consider the events A such that appearing number is a multiple of 3. B such that appearing number is even. Check whether A and B are independent events. A എന്ന ഇവന്റും B എന്ന ഇവന്റും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലം ഇതേപോലത്തെ ഒരു പ്രോബ്ലം ആയിരുന്നു, പക്ഷേ അവിടെ പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിരുന്നു. ഇവിടെ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സംഗതികളൊന്നും തന്നിട്ടില്ല. അതൊക്കെ നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെരി സിമ്പിൾ. ഇവിടെ എന്താണ് എക്സ്പെരിമെന്റ്? എ ഡൈ ഈസ് ത്രോൺ, ദെൻ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? ഒരു ഡൈ എറിയുക എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് എന്താണ്? 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ദീസ് ആർ ദ പോസിബിലിറ്റീസ്, വിച്ച് ഈസ് ദ സാമ്പിൾ സ്പേസ്. Now consider first event. A എന്ന് പറഞ്ഞാൽ എന്താണ്? appearing number is a multiple of 3. ഡൈ അറിയുമ്പോൾ multiple of 3 വരുന്നതാണ് A എന്ന ഇവന്റ്. multiple of 3 ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഈ സാമ്പിൾ സ്പേസിനകത്ത് multiple of 3 ആരൊക്കെയാണ്? 3ഉം 6ഉം. so 3,6. now the event B എഴുതുക. എന്താണ് B എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് appearing number is even. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ ഏതൊക്കെയാണ്? 2 4 6. 2 4 6. ഒരു ഡേറ്റ കൂടെ കണ്ടുപിടിച്ച് വെക്കുക. ദാറ്റ് ഈസ് A ഇന്റർസെക്ഷൻ B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. ഇവിടെയും 6 ഉണ്ട്, അവിടെയും 6 ഉണ്ട്. സോ 6. now 1/1 ആയിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ഓഫ് ഓൾ P of A ഈക്വൽ ടു എന്താണ് ഫോർമുല? നിങ്ങൾക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് A ഈക്വൽ ടു n of A by n of S which is equal to n of A എന്ന് പറഞ്ഞാൽ A എന്ന ഇവന്റിലെ എലമെന്റ്സിന്റെ എണ്ണം. A എന്ന ഇവന്റ് ഇത്. അവിടുത്തെ എലമെന്റ്സിന്റെ എണ്ണം എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇവന്റ് A that is 2 by number of elements in the sample space n of S. S ലെ എലമെന്റ്സിന്റെ എണ്ണം 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. നെക്സ്റ്റ് we have to find similarly probability of B equal to n of B by n of S which is equal to n of B. B യിലെ എലമെന്റ്സിന്റെ എണ്ണം 3 by n of S ഓൾറെഡി നമ്മൾ പറഞ്ഞു 6. 3/6 that is equal to 1/2. now probability of A intersection B equal to n of A intersection B by n of S which is equal to again A intersection B only one element so 1 by താഴെ എന്താണ് 6. മൂന്ന് പ്രോബബിലിറ്റി കിട്ടി. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ we have to find P of A into P of B equal to P of A into P of B 1/3 into 1/2 which is equal to 1/6 എന്ന് കിട്ടി. P of A into P of B 1/6. അത് തന്നെയാണ് ആര്? P of A intersection B. so which is equal to P of എന്തെന്ന് എഴുതാം? A intersection B. so P of A intersection B equal to P of A into P of B. therefore A and B are independent events. കഴിഞ്ഞ വർഷം പഠിച്ച ആ സിമ്പിൾ തിയറി അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒന്നുകിൽ ഇന്ന് ഫസ്റ്റിൽ ചെയ്ത പ്രോബ്ലം അല്ലെങ്കിൽ ഈ ലാസ്റ്റിൽ ചെയ്യുന്ന പ്രോബ്ലം, ഇതിനാണ് കൂടുതൽ സാധ്യത. ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. നോക്കിക്കോളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് solving a problem independently by
A and B are 1 by 2 and 1 by 3 respectively. If both try to solve the problem independently, find probability that first part, both of them solve the problem. Second part, exactly one solve the problem. Third part, the problem is solved. മൂന്ന് കേസാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. എക്സാമിനേഷനിൽ 3 കേസും കൂടെ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കത്തില്ല. ഏതെങ്കിലും 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ നമുക്ക് എല്ലാ കേസും ഒരൊറ്റ പ്രോബ്ലത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ, എന്താണ് വന്നിട്ടുള്ളത്? Probability of solving a problem independently by A and B are 1 by 2 and 1 by 3. A എന്ന പേഴ്സൺ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 1 by 2. അത് ഞാൻ P of A എന്ന് കൊടുത്തു. സിമിലർലി B എന്ന പേഴ്സൺ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 1 by 3. അത് P of B എന്ന് കൊടുത്തു. സോ എ എന്ന ആൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 1 by 2, ബി എന്ന ആൾ അതേ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 1 by 3. ഈ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരാൾ മറ്റേ ആൾ സോൾവ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ആ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. രണ്ടുപേരും സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ത്? അത് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ സംഗതി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചാൽ പിന്നീട് ഉപകാരപ്പെടും. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന ആള് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന ആൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത. ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എ എന്ന ആൾ, അതാണ് പി ഓഫ് എ കോംപ്ലിമെന്റ്. കാണുന്ന ഫോർമുല 1 minus P of A equal to 1 minus 1 by 2. That is simply 1 by 2 എന്ന് എഴുതാം. Similarly, what is P of B complement? That is 1 minus P of B is equal to എന്ത് കിട്ടും? 1 minus 1 by 3. That is equal to 2 by 3 എന്ന് എഴുതാം. അതായത് ബി എന്ന പേഴ്സൺ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത, അതാണ് പി ഓഫ് ബി കോംപ്ലിമെന്റ്. ഈ സംഗതി പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിച്ച് വെച്ചു. Now first part, we have to find probability that both of them solve the problem. Both solve the problem. എന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? രണ്ടുപേരും സോൾവ് ചെയ്യണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? എ എന്ന ആളും സോൾവ് ചെയ്യണം, ബി എന്ന ആളും സോൾവ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് എ ആൻഡ് ബി, എ ആൻഡ് ബി, എയും സോൾവ് ചെയ്യണം, ബിയും സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. എയും സോൾവ് ചെയ്യണം, ബിയും സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് പി ഓഫ് എ ആൻഡ് ബി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയും ബിയും ഇവിടെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റർസെക്ഷനെ ഇൻറ്റു ആക്കി എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ നമുക്കറിയാം 1 by 2, പി ഓഫ് ബി 1 by 3, 1 by 2 ഇൻറ്റു 1 by 3 വിച്ച് ഈസ് ഈക്വൽ ടു 1 by 6. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ട്, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്. Next, the second part, we have to find probability that exactly one solve the problem. Exactly one solve the problem. ഒരേ ഒരാൾ മാത്രമേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. What are the possibilities? നോക്കിക്കോളൂ, ഒറ്റ സ്റ്റെപ്പ് ഞാൻ എഴുതുകയാണ്. Probability that A സോൾവ് ചെയ്യുന്നു and means intersection, B സോൾവ് ചെയ്യുന്നില്ല, B സോൾവ് ചെയ്യുന്നില്ല. ഇതാണ് ഒരു പോസിബിലിറ്റി. എ സോൾവ് ചെയ്യുന്നു, ബി സോൾവ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി വൺ, ഒരാളെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. ഓ അല്ലെങ്കിൽ, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് പ്ലസ് കൊടുക്കാം. ഓ അപ്പൊ പ്ലസ് കൊടുത്തു. വേറൊരു സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് എന്തായിരിക്കും? ഇവിടെ എ സോൾവ് ചെയ്യുന്നു, ബി ചെയ്യുന്നില്ല. അടുത്ത തിരിച്ച്, എ സോൾവ് ചെയ്യുന്നില്ല ആൻഡ് ആര് സോൾവ് ചെയ്യുന്നു? ബി സോൾവ് ചെയ്യുന്നു. വേറൊരു പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. എക്സാക്ട്ലി വൺ, ഒരേ ഒരാളെ സോൾവ് ചെയ്യാവൂ. അപ്പൊ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. വീണ്ടും നമ്മൾ തുടക്കത്തിൽ പഠിപ്പിച്ച തീരം, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റർസെക്ഷനെ ഇൻറ്റു ആക്കി എഴുതാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. പ്ലസ് അതുപോലെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബിയും എന്ത് തന്നെയായിരിക്കും? ഇൻഡിപെൻഡന്റ്. ഇന്റർസെക്ഷനെ ഇൻറ്റു ആക്കി എഴുതാം. അതാണ് ഈ പ്രോബ്ലത്തിന്റെ സിംപ്ലിസിറ്റി. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. സംഗതി കഴിഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു, എല്ലാം നമുക്കറിയാം, പ്രോബബിലിറ്റി ഓഫ് എ 1 by 2 ഇൻറ്റു
പ്രോബബിലിറ്റി ഓഫ് ബിഗ് കോംപ്ലിമെന്റ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബിഗ് കോംപ്ലിമെന്റ്? ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2/3 പ്ലസ് probability of a complement, again that is 1/2 into probability of b, that is 1/3, which is equal to, ഇത് മൾട്ടിപ്ലൈ വന്ന് കിട്ടും 2/6. ഇതെന്താണ് 1/6, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 3/6 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. എക്സാക്ട്ലി 1 സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 1/2. നെക്സ്റ്റ് തേർഡ് പാർട്ട്, we have to find probability that the problem is solved. എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? അതാണ് നമ്മുടെ തേർഡ് കേസ്. പി ഓഫ് പ്രോബ്ലം സോൾവ്. എന്തൊക്കെ സാധ്യതകളുണ്ട്? പ്രോബ്ലം സോൾവ് ചെയ്യണം. ആരെങ്കിലും സോൾവ് ചെയ്യുക. വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? ഒരു പോസിബിലിറ്റി ഇതല്ലേ, എ സോൾവ് ചെയ്യുന്നു, ബി സോൾവ് ചെയ്യുന്നില്ല. ഓർ അല്ലെങ്കിൽ എ സോൾവ് ചെയ്യുന്നില്ല ആൻഡ് ആര് സോൾവ് ചെയ്യുന്നു? ബി സോൾവ് ചെയ്യുന്നു. ഓ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. എന്താണ്? എയും സോൾവ് ചെയ്യുന്നു, ബിയും സോൾവ് ചെയ്യുന്നു. ആരെങ്കിലും സോൾവ് ചെയ്താൽ പോരെ? അപ്പൊ ഒരാൾ സോൾവ് ചെയ്യുന്നത് എഴുതണം, രണ്ടുപേര് സോൾവ് ചെയ്യുന്ന കേസ് കൂടെ എഴുതുക. അതായത് ഇതിന്റെ കൂടെ ഒരു സംഗതി കൂടെ വരും, ബോത്ത് ഓഫ് ദം സോൾവ്, അതായത് ഈ സംഗതി കൂടെ വരും. ചുരുക്കി പറഞ്ഞാൽ ഈ തേർഡ് പാർട്ട് കാണാൻ വെരി സിമ്പിൾ. പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ പ്ലസ് ഇതിന്റെ ആൻസർ. ശരിയല്ലേ സംഗതി? ശരിയാണ്. അപ്പൊ ഇവന്റെ ആൻസർ എന്താണ്? 1/2 പ്ലസ് ഇവന്റെ ആൻസർ എന്താണ്? 1/6. ഞാൻ പറഞ്ഞ കഥ പിടികിട്ടിയായിരുന്നു. പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? ഒന്നുകിൽ ഇത് വരാം, ഓർ ഇത് വരാം, ഓർ എന്ത് വരാം? ഇത് വരാം. രണ്ടും സോൾവ് ചെയ്യുന്ന കേസ് കൂടെ വരാം. That means ഇതിന്റെ പ്രോബബിലിറ്റി പ്ലസ് ഇതിന്റെ പ്രോബബിലിറ്റി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇവിടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യാം. താഴെ 3, അപ്പൊ താഴെ 6 ആവും. ഇവിടെ 3 ആകുമ്പോൾ 3 + 1 4, 4/6 which is equal to 2/3 എന്ന് കിട്ടും. വേറെയും ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ കൂടി നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഇതിന്റെ ആൻസറിലേക്ക് എത്താം. പക്ഷേ ഇവിടെ ഈ പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് അതും ഇതും കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അല്ല എങ്കിൽ എക്സാമിനേഷൻ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ഈക്വൽ ടു, നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കോ, ഇത് പ്ലസ് പി ഓഫ് എന്തെഴുതണം? എ ഇന്റർസെക്ഷൻ ബി. എന്നിട്ട് എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തിനെ കിട്ടും? 2/3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കിക്കോളൂ. അനദർ ഇയർ ഇങ്ങനെയാണ് ചോദിച്ചത്. എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറ്റൻഡ് ആൻ ഇന്റർവ്യൂ ഫോർ ഗെറ്റിംഗ് എ ജോബ്. The probability of getting job for husband is 1/2 and the probability of getting job for wife is 1/3. If both try to attend the interview independently, find the probability that both of them will get the job. Find probability that first part both of them will get the job. രണ്ടുപേർക്കും ആ ജോബ് കിട്ടാനുള്ള സാധ്യത എന്ത്? ഇതേ കഥയല്ലേ. നേരത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പറഞ്ഞു, അവിടെ എന്താണ്? ഒരു ഹസ്ബൻഡും വൈഫും ഇന്റർവ്യൂവിന്റെ കഥ പറഞ്ഞു. തിയറി ഇത് തന്നെയാണ്, കഥ ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രം. അതുപോലെ വേറെ രീതിയിൽ ചോദിക്കാം. ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ഇവിടെ എക്സാക്ട്ലി 1 സോൾവ്. അവിടെ എങ്ങനെയായിരിക്കും? എക്സാക്ട്ലി 1 വിൽ ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 വിൽ ഗെറ്റ് ദ ജോബ്. കൃത്യം ഒരാൾക്ക് മാത്രം ജോബ് കിട്ടാനുള്ള സാധ്യത എന്ത്? അപ്പൊ ഹസ്ബൻഡിന് കിട്ടുന്നു, വൈഫിന് കിട്ടുന്നില്ല. ഓർ എന്താണ്? വൈഫിന് കിട്ടുന്നു, ഹസ്ബൻഡിന് കിട്ടുന്നില്ല. അതല്ലേ സാധ്യത? അപ്പൊ ഇതേ പ്രോബ്ലം തന്നെ പല കഥയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത്രയുമാണ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 6 മാർക്സ്, മിനിമം 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന്റെ വെയിറ്റേജ് കുറവായിരിക്കാനാണ് സാധ്യത. മാക്സിമം 6 മാർക്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒരു പ്രോബ്ലം, ഇൻഡിപെൻഡന്റ് ഇവന്റ്സിൽ നിന്ന് ഒരു പ്രോബ്ലം. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. 2 എപ്പിസോഡായിട്ടാണ് റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഈ 2 ക്ലാസ്സും കണ്ടാൽ തന്നെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. എങ്കിലും ആർക്കെങ്കിലും ഇത് പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എന്ന പേരിൽ ഈ ചാപ്റ്ററിലെ പോർഷൻസ് വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടാൽ മതി. സോ നെക്സ്റ്റ് ഡേ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ.